Good morning all. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഫാഷൻ ട്രെൻഡ്സ്. അതായത് നമ്മുടെ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജിയിലെ സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ്. അതായത് ഒരു ലേണിംഗ് ഔട്ട്കം ആണ് ഫാഷൻ ബിസിനസ്. അതിൽ ഫാഷൻ ട്രെൻഡ്സ് ഉണ്ട്, പിന്നെ ബുട്ടീക്സ് ഉണ്ട്, പിന്നെ ഫാഷൻ ഷോസ് ഉണ്ട്, ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതിലെ ഒരു ഹെഡിങ് ആണ് നമ്മുടെ വന്നിട്ട് ഫാഷൻ ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാഷൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും ഇല്ലേ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, പലാസോ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സാരീസിലായാലും പറയും, കാഞ്ചീപുരത്തിൽ തന്നെ സോഫ്റ്റ് സിൽക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മളെല്ലാവരും പറയുന്നതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഫാഷൻ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത് അതായത് ഫാഷൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ, ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫാഷൻ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത്. ഫാഷൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ, ഫാഷൻ സൈക്കിൾ. ഓക്കെ. അപ്പോൾ ഫാഷൻ സൈക്കിളിൽ നമുക്ക് വന്നിട്ട് 5 സ്റ്റേജസ് ആണ് ഉള്ളത്. 5 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ, റൈസ്, പീക്ക്, ഡിക്ലൈൻ, ഒബ്സോളസൻസ്. ഈ 5 സ്റ്റേജസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അതായത് ഇപ്പോൾ പല സ്റ്റൈൽസും പല സമയത്തും ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നു. ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് റൈസ്. അതായത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു, പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വരുന്നു, ഒരു 20% പോപ്പുലാരിറ്റി എന്ന് പറയാം. അതാണ് റൈസ് എന്ന് പറഞ്ഞൊരു ഫേസിലൂടെ പറയുന്നത്. പിന്നെ പീക്ക് എന്ന് പറയുമ്പോൾ അതിന് അറ്റ്മോസ്റ്റ് പോപ്പുലാരിറ്റി, അതായത് ഒരുവിധം എല്ലാവരും ആ സ്റ്റൈല് ഫോളോ ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ എല്ലായിടത്തും അത് കോമൺ ആയി എന്നുള്ളതാണ് ആ ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഡിക്ലൈൻ, ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ അത് പതുക്കെ അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു. നമ്മൾ പറയില്ലേ, ഓ ആ ഫാഷൻ പോയി, അല്ലെങ്കിൽ ആ ഫാഷൻ കഴിഞ്ഞു, അങ്ങനെ പറയുന്നു. കഴിഞ്ഞു എന്നല്ല, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിപ്പോൾ കോമൺ ആണ്, എനിക്കിനി അത് വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും ന്യൂ വേണം, അതാണ് ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ. പിന്നെ ഫൈനലി ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഒബ്സൊലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ, അതാണ് ആ വേർഡിൻ്റെ മീനിങ്. ഒബ്സൊലീറ്റ് ആവുക എന്ന് പറയുമ്പോൾ അത് ഇനി ആരും ഓപ്റ്റ് ചെയ്യില്ല, ആ ഒരു സ്റ്റൈല് ഇനി ആരും അത് സെലക്ട് ചെയ്യില്ല, അത് ടോട്ടലി ഔട്ട് ഓഫ് ഫാഷൻ ആയിപ്പോയി. ഇപ്പം കടകളിൽ നിന്നായാലും അത് മാറ്റിവെക്കും, ആ സ്റ്റോക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 80% ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടിട്ട് അതെങ്ങനെയെങ്കിലും വിറ്റഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ ഇടുമ്പോൾ അതിലിട്ടിട്ട് അതെങ്ങനെയെങ്കിലും വിറ്റഴിക്കാൻ നോക്കും ആ സ്റ്റൈൽ. അങ്ങനെ വിറ്റഴിക്കാൻ നോക്കിയാലും അത് വാങ്ങുന്നവർ വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. ഒബ്സോളസൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒബ്സോളസൻ സ്റ്റേജ് ഒരു പീക്ക് സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നെക്സ്റ്റ് സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ 5 ഫേസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേജിലോട്ട് പോണതിന് മുന്നേ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. അതായത് ഇപ്പോൾ ലേഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് പണ്ടൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പട്ടിയാല അല്ലെങ്കിൽ ഒരു പഞ്ചാബി പാൻറ് എന്ന് പറഞ്ഞിട്ട് ചുരിദാറിൻ്റെ അടിയിലിടുന്ന ഒരു സൽവാറിൻ്റെ അടിയിലിടുന്ന ഒരു പട്ടിയാല പാൻറ് ഭയങ്കര ട്രെൻഡായിരുന്നു. അത് ഒരു എന്താ പറയുക, പഞ്ചാബീസിൻ്റെ ഇടയിൽ അത് ഓക്കെ, അവരുടെ ഓൾ ടൈം ആണ്, അവരുടെ അതൊരു ക്ലാസിക് ഫാഷനാണത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ സംഭവം ഒരു 15 വർഷം മുന്നേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അതായത് അതൊന്ന് കുറച്ച് പേരെ അത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അത് കാണുമ്പോൾ ഈ ഭയങ്കര ലൂസ് പാൻറ്റാണ് അല്ലേ, പട്ടിയാല പാൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൂസ് പാൻറ്റാണ്, ഇതൊക്കെ ആരാ ഇടാം, എനിക്ക് തടിയുള്ളതാണ് അപ്പോൾ എനിക്ക് ഇടാൻ പറ്റൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ആരും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 20% ആൾക്കാർ അതങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന ലെവലിലോട്ടായി. ഒരെണ്ണം തയ്ച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ, അങ്ങനെ ഒരു ലെവലിലോട്ടായി. പിന്നെ അവരത് ഇട്ട് നോക്കി, അവർക്കത് ഇഷ്ടപ്പെട്ടു. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരതിടും, കാരണം എല്ലാവരും ഇടുന്നുണ്ട്, ട്രെൻഡാണ്, അതുകൊണ്ട് മാത്രം അവരതിടും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. അതായത് ഫാഷനാണ് അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നു. ചിലർ ഫാഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നു. പക്ഷെ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഫാഷനായിരിക്കാം, ഇപ്പോഴത്തെ കറണ്ട് പ്രിവെയിലിംഗ് ഫാഷനൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് ഫോളോ ചെയ്യില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനെ അത് ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റേജ്, അത് പീക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്താം. അതായത് ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും ആ ഒരു ഔട്ട്ഫിറ്റിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. എങ്ങനെ വന്നാലും ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവാം, ബെസ്റ്റ് എക്സാമ്പിൾ അതാണ്. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്റ്റൈലിലായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിരിക്കും. ഞാൻ ഇട്ടേക്കുന്ന സെയിം സ്റ്റൈലാണ് അയാൾ ഇട്ടേക്കുന്നത്,
ആരായാലും ഇത് ഫോളോ ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അത് കഴിയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഓഫ് ബോർഡം അല്ലേ, ബോറടിക്കും. ഞാൻ ഇട്ടേക്കുന്ന സെയിം സ്റ്റൈലാണ് എല്ലാവരും ഇട്ടേക്കുന്നത്, അപ്പോൾ നമുക്കിതൊന്നും മാറ്റി പിടിക്കണം. ഇപ്പം ഇതിപ്പോൾ കോമൺ ആയി, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കോമൺ ആയി, ഇതെല്ലായിടത്തും കോമൺ ആയിരിക്കുന്നു, ഇനി വേറൊരു സ്റ്റൈലിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോഴാണ് ആ ഡിക്ലൈൻ എന്ന് പറഞ്ഞ സ്റ്റേജ് വരെ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിന് അല്ലെങ്കിൽ അടുത്ത സ്റ്റൈലിനെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അടുത്തത് ഏതാണ്. അപ്പോഴാണ് നമുക്ക് കാണാൻ കുറച്ച് ആൾക്കാർ ഒരു പലാസോ എന്ന് പറഞ്ഞ പാൻറ് അതിലേക്ക് പോകുന്നുണ്ട്, അതെന്ത് തരം പാൻറ്റാ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റേജാണ് വരുന്നത് ഡിക്ലൈൻ. ഡിക്ലൈനിൽ എന്തുണ്ടാവുമെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ പട്ടിയാല പാൻറ്റൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും, വേറെ ഏതാ ഉള്ളതെന്ന് നമ്മൾ സെർച്ച് ചെയ്യും, അങ്ങനെ നമ്മൾ അതിലോട്ടൊന്ന് കടക്കും. അപ്പോൾ നമ്മുടെ ഈ പട്ടിയാല എന്ന് പറയുന്നതിൻ്റെ ട്രെൻഡ് കുറച്ച് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും. എന്നാലും കുറേ ആൾക്കാരൊക്കെ അത് ഇടുന്നുണ്ടാവും, സ്റ്റിൽ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും, അതായത് ആ പീക്ക് എന്ന് പറയുന്ന ആ പോപ്പുലാരിറ്റി കുറഞ്ഞ് ഡിക്ലൈനിലേക്ക് എത്തിയിരിക്കുന്നു. അത് 80% ആൾക്കാർ പീക്ക് സ്റ്റേജിൽ ഈ സ്റ്റൈലിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിക്ലൈൻ സ്റ്റേജ് എത്തുമ്പോൾ അതൊരു 40% ആവും, പകുതിയായിട്ട് അത് കുറയും. പിന്നെയാണ് ലാസ്റ്റ് സ്റ്റേജ് ഒബ്സോളസൻസ്. ഒബ്സോളസൻസിൽ എന്താണെന്ന് വെച്ചാൽ ഈ 40% ആൾക്കാർ ഇത് യൂസ് ചെയ്തിരുന്നു, അവരും അത് വേണ്ടാന്ന് വയ്ക്കും, എനിക്കിനി ന്യൂ സ്റ്റൈൽ മതി. അത് അപ്പോഴേക്കും ന്യൂ സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും, ആ സ്റ്റൈലിൻ്റെ പുറകെ പോകും. അങ്ങനെയാണ് ലാസ്റ്റ് ഫേസായ ഒബ്സോളസൻസ് ഫേസിൽ നമുക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഫേസാണ്. ഇൻട്രൊഡക്ഷൻ ഫേസിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്യാണ്. എങ്ങനെയാണ് ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് നമുക്ക് ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ഉള്ളത് അല്ലേ. ഡിസൈനേഴ്സ് നെക്സ്റ്റ് സീസണിലെ, അതായത് ഇതിപ്പോൾ സ്പ്രിംഗ് സമ്മർ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. സ്പ്രിംഗ് സമ്മർ കളക്ഷൻ അല്ലെങ്കിൽ സ്പ്രിംഗ് സമ്മർ എന്ന് പറയുന്ന ഒരു കാലം എന്ന് പറയുന്നത് ജാനുവരി ടു ജൂൺ. ഇപ്പോഴും ആലോചിക്കുക, J to J, അതായത് ജാനുവരി ടു ജൂൺ ആണ് സ്പ്രിംഗ് സമ്മർ. നമുക്ക് ഫാഷനിൽ 2 സീസൺസ് ഉണ്ട്, അതായത് സ്പ്രിംഗ് സമ്മർ ഫോൾ വിൻ്റർ. ജാനുവരി ടു ജൂൺ ആണ് സ്പ്രിംഗ് സമ്മർ എങ്കിൽ ബാക്കിയുള്ളത് റെസ്റ്റ് ഓഫ് ദം ആണ് ഫോൾ വിൻ്റർ, അതായത് ജൂലൈ ടു ഡിസംബർ എന്ന് പറയുന്നതാണ് ഫോൾ വിൻ്റർ. ഈ സീസൺസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റോ അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, ബട്ട് ഇതൊരു എന്താ പറയുക കോമൺ ആയിട്ട് പറയുന്ന സീസൺസ് ആണ്. സ്പ്രിംഗ് സമ്മർ SS എന്ന് പറയും, സ്പ്രിംഗ് സമ്മർ ഫോൾ വിൻ്റർ. സ്പ്രിംഗ് സമ്മർ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, J to J, അതായത് ജാനുവരി ടു ജൂൺ, ജൂലൈ അല്ല ജൂൺ. ആൻഡ് ഫോൾ വിൻ്റർ എന്ന് പറയുമ്പോൾ ജൂലൈ ടു ഡിസംബർ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സ്പ്രിംഗ് സമ്മർ ആണെന്ന് വെച്ചാൽ അടുത്ത ഫോൾ വിൻ്ററിലേക്കുള്ള ഫോൾ വിൻ്റർ സീസണിലേക്കുള്ള ട്രെൻഡാണ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ആണ് നമ്മൾ ഇപ്പോഴേ ഇരുന്ന് കണ്ടുപിടിക്കും, ഫോർകാസ്റ്റ് ചെയ്യുമെന്ന് പറയും, ഫാഷൻ ഫോർകാസ്റ്റിംഗ് അല്ലേ. അപ്പോൾ അടുത്ത സീസണിലേക്കുള്ള സ്റ്റൈല് നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ സ്പ്രിംഗ് സമ്മർ ആണ്, കഴിഞ്ഞ കൊല്ലത്തെ ഫോൾ വിൻ്ററിൽ ഈ സീസണിലെ ഈ സ്പ്രിംഗ് സമ്മറിലെ കളർ എന്തായിരിക്കണം, സിൽവറ്റ് എന്തായിരിക്കണം അല്ലേ, പിന്നെ അതിൻ്റെ ഫാബ്രിക് എന്തായിരിക്കും എന്നൊക്കെ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് സ്പ്രിംഗ് സമ്മർ ആകുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഇറക്കുകയേ വേണ്ടൂ. അതായത് അത് ഫോൾ വിൻ്ററിൽ തന്നെ അതിൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ഈ സ്പ്രിംഗ് സമ്മർ ആകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. സ്പ്രിംഗ് സമ്മറിൽ നമുക്കത് റീറ്റെയിൽ ഷോപ്പുകളിൽ എത്തിക്കേ വേണ്ടൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് ഞാൻ പറയുമ്പോൾ ഇതിപ്പോൾ സ്പ്രിംഗ് സമ്മർ ആണെങ്കിൽ അടുത്ത ഫോൾ വിൻ്റർ സീസണാണ്. ഈ സ്പ്രിംഗ് സമ്മറിൽ നമ്മൾ ഫാഷൻ ഷോസൊക്കെ നടത്തും. ഫാഷൻ ഷോസൊക്കെ നടത്തുമ്പോൾ അതിലൂടെയാണ് ആൾക്കാർക്ക് മനസ്സിലാവുക നെക്സ്റ്റ് സീസണിലെ ട്രെൻഡ് എന്താണ് വരാൻ പോകുന്നത്, അതിലെന്തായിരിക്കും കളർ. ആ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5 ഗാർമെൻറ്റ്സ് ഉണ്ടാവും, 10 ഗാർമെൻറ്റ്സ് ഉണ്ടാവും, 15 ഗാർമെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ ഡിസൈനേഴ്സിൻ്റെ ഒരു ഇഷ്ടമാണ്, എത്ര ഗാർമെൻറ്റ്സ് അവർക്ക് ഡിസൈൻ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര സ്റ്റൈൽസ് അവർക്ക് ഇറക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഷോ കണ്ടാൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും അത് അടുത്ത സീസണിലെ കളർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സിൽവറ്റ് എന്തായിരിക്കും. സിൽവറ്റ് എന്ന് പറയുമ്പോൾ ഷേപ്പ് ഓഫ് ദ ഗാർമെൻറ്റ്. സിൽവറ്റ് എന്തായിരിക്കും, ഫാബ്രിക് എന്തായിരിക്കും വരാൻ പോകുന്നത്. നെക്സ്റ്റ് സീസണിൽ ഇപ്പോൾ കോട്ടൺ ആണോ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ കോട്ടണിൽ എന്തെങ്കിലും വിസ്കസോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി വരാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസൈനേഴ്സ് ഫാബ്രിക്കിൽ തന്നെ കുറേ എക്സ്പ്ലോർ ചെയ്ത് പുതിയ എന്തെങ്കിലും ഫാബ്രിക്സ് വരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സീസണിൽ നടത്തുന്ന ഫാഷൻ ഷോ കണ്ടാൽ അറിയാം. ഈ സീസണിൽ നടത്തുന്ന ഫാഷൻ ഷോ എന്ന് പറയുന്നത് അടുത്ത സീസണിലേക്കുള്ള ഗാർമെൻറ്റ്സ് ആയിരിക്കും, അതായത് അടുത്ത സീസണിലേക്കുള്ള ട്രെൻഡ്സ് ആയിരിക്കും ഈ സീസണിൽ തന്നെ ഫോർകാസ്റ്റ് ചെയ്ത് നമ്മൾ ഇറക്കുന്നതും ഫാഷൻ ഷോ നടത്തുന്നത്. പക്ഷേ ആ ഫാഷൻ ഷോ കാണുന്നത് ആരൊക്കെ ആയിരിക്കും? കോമൺ പീപ്പിൾ ഒരിക്കലും അത് കാണില്ല, അതിന് പുറകെ പോവില്ല. നമ്മളിപ്പോൾ എന്താണോ ട്രെൻഡ് നമ്മൾ അതേ ഫോളോ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ട്രെൻഡ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നമ്മൾ ആരും നെക്സ്റ്റ് ട്രെൻഡിലുള്ള ഒരു ഗാർമെൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രെൻഡിലുള്ള സ്റ്റൈൽ നമ്മൾ ആരും ഫോളോ ചെയ്യാൻ നോക്കാറില്ല. മോസ്റ്റ് ഓഫ് നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ
ടോപ്പ് മോസ്റ്റ് സെലിബ്രിറ്റീസ്, അത് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സൂപ്പർ മോഡൽ അല്ലെങ്കിൽ അത്രയും ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരും ഇതുപോലെ സെലിബ്രിറ്റീസ് ആണ് ബെസ്റ്റ് എക്സാമ്പിൾസ്. സെലിബ്രിറ്റീസ് അതുപോലെ ഇവരൊക്കെയാണ് നെക്സ്റ്റ് സീസണിലെ ട്രെൻഡ് എന്താ എന്ന് നോക്കിയിരിക്കുന്നവർ. അവർ നോക്കിയില്ലെങ്കിലും അവർക്ക് പേഴ്സണൽ ഡിസൈനേഴ്സ് ഉണ്ടാവും, അവരെ ബോധിപ്പിച്ചോളും. അവർ ഒരു സെലിബ്രിറ്റിക്ക് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ടോട്ടലി എന്താ പറയുക, അപ് ടു ഡേറ്റഡ് ഫാഷൻ ആയിരിക്കും. അതായത് നെക്സ്റ്റ് സീസണിലെ ഒരു ഫാഷൻ ആയിരിക്കും ആ ഡിസൈനർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ആളുടെ സെലിബ്രിറ്റിക്ക് അല്ലെങ്കിൽ ആളുടെ ക്ലയൻറ്റിന് ചെയ്തു കൊടുക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത്. കാരണം സെലിബ്രിറ്റീസിനായാലും ഹൈ പ്രൊഫൈൽ ആൾക്കാർക്കായാലും ഒരു നിർബന്ധം ഉണ്ടാവും. അതായത് ഞാൻ ഇട്ടേക്കുന്ന സ്റ്റൈലിലുള്ള ഒരു ഗാർമെൻറ്റ് വേറെ ആർക്കും കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് നിൽക്കണം, ഞാൻ എല്ലാവരും നിന്ന് വേറിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കണം. അതായത് അത്രയും എന്താ പറയുക, ഔട്ട് ഓഫ് ദി ബോക്സ് അല്ല പറയുന്നത്. അപ്പോൾ ആ ഒരു നിർബന്ധമുള്ള കാരണം തന്നെ എല്ലാ ഡിസൈനേഴ്സിനും നല്ല വർക്കായിരിക്കും, അതായത് ഹെക്ടിക് വർക്കായിരിക്കും. എങ്ങനെയെങ്കിലും വെറൈറ്റി ആക്കണം എന്ന് മാത്രമല്ല, ആ വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടും വേണം, ആക്സെപ്റ്റൻസും വേണം അതിന്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എങ്ങനെയാണ് ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫാഷൻ ഷോസിലൂടെയാണ്. ഫാഷൻ ഷോസ് നടത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും അടുത്ത സ്റ്റൈൽ എന്താണ്. അപ്പോൾ ഈ ഫാഷൻ ഷോസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഫാഷൻ ഷോ കാണാനുണ്ടാവും. അല്ലെങ്കിൽ കുറേ ഇതിപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് ടി വിസിലൂടെയും നെറ്റിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ കുറേ പേര്, അതായത് ഇപ്പോൾ കുറേ പേര് ഇത് തന്നെ നോക്കിയിരിക്കുന്നവരുണ്ടാവും. നെക്സ്റ്റ് സീസണിലെ ട്രെൻഡ് എന്താണ്, അത് തന്നെ ഞാൻ ഇടുള്ളൂ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവർ വളരെ ചുരുക്കം പേരുണ്ടാവും. അതിപ്പോൾ ഹൈ പ്രൊഫൈൽ തന്നെയാണെന്നില്ല, അങ്ങനെ ഫാഷൻ ഫ്രീക്കായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ ഇതൊക്കെ കണ്ടിട്ട് ഈ ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് അതുപോലത്തെ ഒരു ഗാർമെൻറ്റ് വേണം, ചെയ്തു തരണം എക്സ്ക്ലൂസീവായിട്ട്. അത് ഹോട്ട് കൊത്യൂറിൽ ചെയ്തു തരണം എന്ന് പറയും. ഹോട്ട് കൊത്യൂർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹൈ ഫാഷനാണ്. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു ഗാർമെൻറ്റ് ചെയ്തു കൊടുത്താൽ അതുപോലത്തെ സെയിം ഗാർമെൻറ്റ് നമ്മളത് വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ പാടില്ല. ആ സ്റ്റൈലിൽ നമുക്ക് വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് യൂസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ്, ഈവൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് അടക്കം അതുപോലെ നമ്മൾ വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് നടന്ന് കണ്ടിട്ട് വേറെ ആർക്കും അത് കോപ്പിയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മളായിട്ട് വേറെ ആൾക്കും അത് ചെയ്തു കൊടുക്കാൻ പാടില്ല. ഒരു പേറ്റൻറ്റ് പോലെ ഇരിക്കും ഹൈ കൊത്യൂർ ഫാഷൻ എന്ന് പറയുന്നത്. ഹൈ കൊത്യൂർ അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. അതൊക്കെ അത്രയും ഹൈ പ്രൊഫൈൽ ആൾക്കാർക്ക് മാത്രമേ അഫോർഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഓരോ അവാർഡ് നൈറ്റിലും അവാർഡ് ഫംഗ്ഷൻസിലൊക്കെ ഈ സെലിബ്രിറ്റീസിനെ നോക്കിയാൽ കാണാൻ പറ്റും. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കും. ഓരോ സെലിബ്രിറ്റീസും ഓരോ തരം സ്റ്റൈലുകളായിരിക്കും, അത്രയും വെറൈറ്റി ആയിരിക്കും എല്ലാവരും. ചിലത് നന്നായിരിക്കും, ചിലത് ഫ്ലോപ്പായിരിക്കും, ചിലത് നന്നായി ക്ലിക്കാവും, ചിലത് ക്ലിക്ക് ആവില്ല. അതൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ആണ്, ഡിസൈനേഴ്സിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഫാഷൻ ഷോയിലൂടെ. എന്നിട്ട് അത് കുറച്ച് പേര്, അതായത് അത്രയും ഒരു 20% ആൾക്കാർ മാത്രം അത് സ്വീകരിച്ച് അതുപോലെ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ഡിസൈൻ ചെയ്ത് അത് ഇടുന്നു. അപ്പോൾ എന്തുണ്ടാകുന്ന വെച്ചാൽ അപ്പോൾ ഡിമാൻഡ് വളരെ കുറവായിരിക്കും. കാരണം അത്രയും ഒരു 20% അല്ലെങ്കിൽ 10% ആൾക്കാർ മാത്രമാണ് അത് ഫോളോ ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം ഡിമാൻഡ് വളരെ കുറവായിരിക്കും, പക്ഷേ പ്രൈസ് കൂടുതലായിരിക്കും. എന്തൊരു സാധനം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് ഇത് ഹൈ പ്രൊഫൈൽ ആൾക്കാരായിരിക്കും ഓപ്റ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലായിരിക്കും. പിന്നെ പുതിയൊരു പ്രൊഡക്റ്റാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഡിമാൻഡ് കുറവായിരിക്കും, പ്രൈസ് വളരെ കൂടുതലായിരിക്കും, ആക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഒരു 10% അല്ലെങ്കിൽ 20% ആൾക്കാർക്ക് മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി റെസ്റ്റ് ഓഫ് us നമ്മളൊക്കെ അത് കാണുമ്പോൾ ചിലവർക്ക് ഒരു പുച്ഛഭാവമായിരിക്കാം, അതെന്താണ് അങ്ങനത്തെ, ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ആരെങ്കിലും ഇടുമോ, ഇതൊക്കെ ആരിടാനാ, അങ്ങനെയൊക്കെയാണ് പറയുള്ളൂ. പക്ഷേ നെക്സ്റ്റ് സ്റ്റേജ് വരുമ്പോൾ റൈസ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. റൈസ് വരുമ്പോൾ നമ്മുടെയൊക്കെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ കുറച്ചൊന്നും മാറി തുടങ്ങും. റൈസ് സ്റ്റേജ് വരുമ്പോൾ ഈ 10% പോപ്പുലാരിറ്റി അല്ലെങ്കിൽ 20% പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഒരു 40% ആവും. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനത്തെ ഫാഷൻ ഷോയിൽ, അതായത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ ആ ഫാഷൻ ഷോയിൽ അത് കാണുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ആരിടാനാന്ന് പറയും. പിന്നെ ആ ഇൻട്രൊഡക്ഷൻ ആ ഫാഷൻ ഷോ ഒക്കെ കഴിയുമ്പോൾ ഒരു 1-2 മാസം കഴിയുമ്പോൾ കുറച്ച് പേര്, അതായത് ഈ സെലിബ്രിറ്റീസ് മാത്രമല്ല സെലിബ്രിറ്റീസിൻ്റെ പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ട് തുടങ്ങും. പിന്നെ സെലിബ്രിറ്റീസ് അല്ലാത്തവരും എന്നാൽ കുറച്ച് പോപ്പുലറായിട്ട് ആൾക്കാരായിരിക്കും, അവരും ഇതൊക്കെ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, അതുപോലത്തെ ഒരു ഡ്രസ്സ് അവരും ഇട്ടിട്ടുണ്ട് ഇവരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് ഇടാൻ കൊള്ളാവുന്നതാണോ എന്ന് നമ്മൾ ചോദിച്ചെങ്കിലും നമ്മൾ പറയും ഓക്കെ ഇത് ഇടാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഇടുന്നത്, എന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചേരില്ല. എന്നാലും കുറേ ആൾക്കാർ അങ്ങനെ പറയുള്ളൂ. ബാക്കി ഒരു 60% ആൾക്കാർ അങ്ങനെ പറയും. പക്ഷേ ബാക്കി ഒരു 40% ആൾക്കാർ ഇത് ട്രൈ ചെയ്യാൻ നോക്കും.
അതാണ് റൈസ് സ്റ്റേജ്. റൈസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയ ഒരു സ്റ്റൈല് കുറച്ചധികം പേര് കൂടി ട്രൈ ചെയ്യാം എന്നുള്ളൊരു മനസ്ഥിതിയിൽ അത് ഒന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ നോക്കുന്നു. അതാണ് റൈസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ റൈസ് സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ തന്നെ റേറ്റ് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു ഡിക്ലൈൻ ഉണ്ടാവും റേറ്റിൽ. പിന്നെ അതുപോലെ ഡിമാൻഡ് ഇത്തിരി ഇൻക്രീസ് ആയി, വളരെയധികം അല്ല, കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച്, അതൊരു 40% എത്തി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ. പിന്നെ വരുന്നത് അതിൻ്റെ പ്രൈസാണ്. പ്രൈസിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്നെ ആക്സെപ്റ്റൻസ് ആണ് വരുന്നത്. ആക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ 20% ആയിരുന്നു നേരത്തെ, ഇപ്പോൾ ഒരു 40% ആയി. അതായത് കുറച്ചും കൂടി ആൾക്കാരൊന്ന് ആക്സെപ്റ്റ് ചെയ്തു, കുറച്ചും കൂടി ആൾക്കാർ അതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കി. ചിലർ ഫോളോ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നില്ല, എന്നാലും 1-2 ഫംഗ്ഷനിൽ അത് ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ എനിക്ക് ചേരുന്നില്ല എന്ന് മനസ്സിലായി, നല്ല കമൻസ് ഒന്നും കിട്ടിയില്ല, അപ്പോൾ അവരത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ കുറേ പേര് അങ്ങനെ ആയിരിക്കില്ല, കുറേ പേർക്ക് അത് ക്ലിക്ക് ആയിട്ടുണ്ടാവും, കുറേ പേർക്ക് ചിലപ്പോൾ അത് അവരുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡ്രസ്സ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾ ടൈം ഫേവറേറ്റ് ഗാർമെൻ്റ് ആയി മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ അവർക്ക് നല്ല കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ പേര് അത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാനൊന്ന് നോക്കും, ചിലവർക്ക് അത് ആക്സെപ്റ്റഡ് ആവും. അപ്പോൾ അതാണ് എന്ത് റൈസ് സ്റ്റേജ്. അപ്പോൾ റൈസ് സ്റ്റേജിൽ എന്താണ് പ്രൈസ് കമ്പാരിറ്റീവ്ലി അതുപോലെ തന്നെ ആയിരിക്കും, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ പോലെ തന്നെയായിരിക്കും, ചെറിയൊരു കുറവുണ്ടെങ്കിൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ആക്സെപ്റ്റൻസ് കുറച്ചും കൂടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറച്ച് കൂടിയിട്ടുണ്ടാവും. പിന്നെയാണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് പീക്ക് സ്റ്റേജ് വരുന്നത്. പീക്ക് സ്റ്റേജിലാണ് നമ്മുടെ ഈ ഇൻട്രൊഡ്യൂസ്ഡ് ആയ സ്റ്റൈലിന് മോസ്റ്റ് പോപ്പുലാരിറ്റി കിട്ടുന്നത്. അതായത് അതിന് ഏറ്റവും പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു സ്റ്റേജാണ് വന്നിട്ട് പീക്ക്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പീക്കിലാണ് ഹയസ്റ്റ് പോപ്പുലാരിറ്റി. നമ്മൾ എന്തൊരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിൻ്റെ ഹയസ്റ്റ് പോപ്പുലാരിറ്റി കിട്ടുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പീക്കാണ്. പീക്കിലാണ് ഞാനീ പറഞ്ഞത്, അതായത് എവിടെ നോക്കിയാലും ഈ സ്റ്റൈലാണ് പിന്നെ കാണാൻ പറ്റുള്ളൂ. ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഇടാൻ കൊള്ളാവുന്ന ഡ്രസ്സാണോ എന്ന് നമ്മൾ പറഞ്ഞവരൊക്കെ പീക്ക് സ്റ്റേജിൽ ഇതൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും. ഇതിട്ട് നടക്കുന്നുണ്ടാവുമെന്ന് മാത്രമല്ല, കൂടെ അത് വാങ്ങുന്നുണ്ടാവും, ഇഷ്ടം പോലെ അത് വാങ്ങി കൂട്ടുന്നുണ്ടാവും, കുറേ പേര് അത് വാങ്ങുന്നുണ്ടാവും. ഒരു ഫംഗ്ഷന് പോയാൽ ഈ ഒരു സ്റ്റൈലേ കാണും, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് സാരിയെ കാണും, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് സൽവാറേ കാണും, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ടൈപ്പ് ട്യൂണിക്കെ കാണും, അതല്ലാണ്ട് വേറെ ഒന്നും കാണില്ല. അതിൻ്റെ ചില വേരിയേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടാവുന്നല്ല, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവുന്നല്ലാണ്ട് ഈ ഒരു ടൈപ്പ് അത് ഭയങ്കര കോമൺ ആയിട്ടുണ്ടാവും, എല്ലാവരും കോമൺ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. അതാണ് പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അത് കോമൺ ആയി, എല്ലായിടത്തും കോമൺ ആയി. ഒരു 80% പോപ്പുലാരിറ്റിയാണ് പീക്ക് സ്റ്റേജിൽ കിട്ടുന്നത്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഇത് ഫോളോ ചെയ്ത് തുടങ്ങി പീക്ക് സ്റ്റേജിൽ. അപ്പോൾ ഡിമാൻഡ് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്ത് തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഡിമാൻഡ് നമുക്കറിയാം, ഡിമാൻഡ് കൂടുതലാണ്, ഏറ്റവും കൂടുതലായിരിക്കും ഡിമാൻഡ്. അപ്പോൾ ഈ നല്ല സ്റ്റൈലിൽ ഈ സംഭവം ഇറക്കിയതിൻ്റെ പീക്ക് സ്റ്റേജ് എത്തുമ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക അത്രയും റിച്ച് ആയവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലായിരിക്കാം. പക്ഷേ പീക്ക് സ്റ്റേജ് എത്തുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ്, ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ റീറ്റെയിലേഴ്സോ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് ഇതിൻ്റെ ഇത്തിരി വില കുറഞ്ഞു. ഇപ്പം നല്ല ഫാബ്രിക് വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, റോ സിൽക്ക് വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് ഇത്തിരി എന്താ പറയുക അത്രയും റിച്ച് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ, അല്ല അത്രയും എന്താ പറയുക താഴേക്കടയിൽ കിടക്കുന്നവർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പം ഇത് തന്നെ ഒരു സെമി സിൽക്കിൽ അല്ലെങ്കിൽ ഒരു കോട്ടൺ സിൽക്കിൽ അവർ മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഇറങ്ങും. ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഇറങ്ങി വരുന്ന കാലമാണ് പീക്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. അതായത് ഈ ഒരു സ്റ്റൈല് എല്ലാവരും ആക്സെപ്റ്റഡ് ആയി, എല്ലാവർക്കും അത് വേണം, ഡിമാൻഡും കൂടുതല, കടകളിൽ എല്ലാവരും എൻക്വയറി ചെയ്തു തുടങ്ങും. അപ്പോൾ പറയും ഇതിന് ഇത്ര രൂപയെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട. അപ്പോൾ മനസ്സിലാവും, അതായത് ഈ ഹോൾസെയിലേഴ്സിന് മനസ്സിലാവും ഇതാണ് പ്രശ്നം, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇവർ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ ഇറങ്ങി തുടങ്ങും. ആകമൊത്തം പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ ഒരു സ്റ്റൈല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പീക്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. ആക്സെപ്റ്റൻസ് വളരെയധികം കൂടുതലായിരിക്കും, ഡിമാൻഡും വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് പ്രൈസാണ്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രൈസ് വളരെയധികം കുറവായിരിക്കും. ഇപ്പം നമുക്കറിയാം ഒരു മൊബൈൽ ഇറങ്ങി, ഒരു ഫോൺ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ എല്ലാവരുടെ കയ്യിലും ആ ഫോണൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ പ്രൈസ് ഒന്ന് ലോ ആവും, ഒന്ന് കുറയും, ഒന്ന് താഴും പ്രൈസ്. കാരണം അപ്പുറത്തെ പുതിയ ഒരു മോഡൽ അപ്പോഴേക്കും ഡെവലപ്ഡ് ആയി വന്നിട്ടുണ്ടാവും, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് കുറയും. അതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ഫീൽഡിലും, അതായത് ഈ ഒരു ഗാർമെൻറ്റ് ഫീൽഡിലും. ഈ ഫാഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റിനും അപ്ലിക്കബിൾ ആണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് പീക്ക് സ്റ്റേജ് വരുന്നത്. അപ്പോൾ അതാണ് പീക്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. പക്ഷേ പീക്ക് സ്റ്റേജിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അടുത്ത സ്റ്റൈല് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും.
ആ സമയമായി. കാരണം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് റൈസും കഴിഞ്ഞ് പീക്കിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായാലും 4-5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 4-5 മാസം കഴിയാൻ മീൻസ് അടുത്ത സീസൺ ആയി എന്നാണ് അർത്ഥം. അടുത്ത സീസൺ ആയ ഓഫ് കോഴ്സ് അടുത്ത സീസണിലെ ട്രെൻഡ്സും ഇങ്ങോട്ട് വരും. അതായത് അടുത്ത സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇത് ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ ഇതൊക്കെ മറന്ന് കാണും. അവർ അടുത്ത ഫാഷനിലോട്ട് അവർ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അപ്പോഴും ഈ പീക്ക് സ്റ്റേജിൽ പണ്ടത്തെ ആ ഒരു ട്രെൻഡ് നമ്മളെല്ലാവരും ആ ഒരു സ്റ്റൈല്, ഇപ്പോൾ പലാസോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ അതൊക്കെ ഇട്ട് നടക്കുമായിരിക്കും. പക്ഷെ അപ്പുറത്ത് അവർ വീണ്ടും അടുത്ത സ്റ്റൈല് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ പലാസോ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറയും, ആ ട്രെൻഡ് കാണുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ആരെങ്കിലും ഇടോ, സെയിം ഡയലോഗ് നമ്മൾ പറയും. പക്ഷേ അത് കാലം കഴിയും തോറും നമ്മൾ അതും ഫോളോ ചെയ്ത് തുടങ്ങും. അപ്പോൾ അതാണ് പീക്ക് സ്റ്റേജ്. പീക്ക് സ്റ്റേജിൽ എന്തായിരിക്കും, ഡിമാൻഡ് കൂടുതലായിരിക്കും, പിന്നെ പ്രൈസ് കുറവായിരിക്കും, ആക്സെപ്റ്റൻസും വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റൈൽ അപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു പീക്ക് സ്റ്റേജിൻ്റെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളത് അറിഞ്ഞു തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റൈല് ടി വിസിൽ കാണാം, ഇപ്പോൾ ടി വി സീരിയൽസിൽ കാണാം, പിന്നെ അതുപോലെ ടി വി ഷോസിൽ കാണാം, ഇപ്പോൾ റിയാലിറ്റി ഷോസിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓക്കെ അടുത്ത സ്റ്റൈൽ ഇത് കൊള്ളാലോ, ചിലർ പറയും ഇത് കൊള്ളാലോ, ചിലർ പറയും സെയിം സമയം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ സെയിം ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ കുറേ പേരൊക്കെ അപ്പോൾ ഈ പീക്ക് സ്റ്റേജിൽ വെച്ച് ആ ഒരു പലാസോ എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് അവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ പുറകെ പോകും. അതുകൊണ്ട് തന്നെ എന്തായി, അപ്പോൾ ഡിക്ലൈൻ ആയി. അപ്പോൾ അത്രയും നാൾ നിലനിന്നിരുന്ന പലാസോ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പലാസോ, ഓക്കെ, പലാസോ എന്ന് പറഞ്ഞൊരു സ്റ്റൈല് ഡിക്ലൈൻ ആവാണ്. അത് ഡിക്ലൈൻ സ്റ്റേജിലെത്തി. അതായത് 80% പോപ്പുലാരിറ്റിയിൽ നിന്നായിരുന്ന പീക്ക് സ്റ്റേജിൽ നിന്നായിരുന്ന പലാസോ എന്ന് പറഞ്ഞ സ്റ്റൈല് ഡിക്ലൈൻ ആയി അതൊരു 60% അല്ലെങ്കിൽ വീണ്ടും ഒരു 40%ലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം എന്തുണ്ടാവുന്ന വെച്ചാൽ അപ്പോഴേക്കും അടുത്ത സ്റ്റൈലൊക്കെ ഇൻട്രൊഡ്യൂസ് ആയി അത് റൈസിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വേറെ സ്റ്റൈല് തേടി പോവും, ആ സ്റ്റൈല് തേടി പോവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തൊരു ഫംഗ്ഷന് പോയാലും നമ്മുടെ പോലത്തെ ഡ്രസ്സ് തന്നെയായിരിക്കും മറ്റുള്ളവരിട്ടുണ്ടാവുക. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല എന്നും നമ്മളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ ഒരിക്കലും പീക്ക് സ്റ്റേജ് കഴിയുമ്പോഴും നമ്മളത് ഫോളോ ചെയ്യില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പീക്ക് സ്റ്റേജിൽ പ്രൈസ് കുറവായിരിക്കും. പക്ഷെ അപ്പോഴും അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർ മാത്രമാണ് ഡിക്ലൈൻ സ്റ്റേജിൽ ഈ പലാസോ എന്ന് പറയുന്ന ഫാഷൻ ഫോളോ ചെയ്യുള്ളൂ. ഡിക്ലൈൻ സ്റ്റേജിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ ആക്സെപ്റ്റൻസ് വളരെയധികം കുറയും, പ്രൈസ് അതിലും കുറയും, പിന്നെ ഡിമാൻഡും കുറവായിരിക്കും, എല്ലാം കുറവായിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റൈൽ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആയി. അപ്പോൾ ഈ റീറ്റെയിൽ ഷോപ്പിലൊക്കെ ഈ ഫാഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് വെക്കാൻ അവർ വെക്കില്ല. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അവർ ഡിസ്കൗണ്ട് സെയിൽസ് ഒക്കെ നടത്താം. ഡിക്ലൈൻ സ്റ്റേജിലാണ് ഡിസ്കൗണ്ട് സെയിൽസ് ഒക്കെ നടത്തിയിട്ട് അതെങ്ങനെയെങ്കിലും വിറ്റഴിക്കാൻ നോക്കും. അതാണ് ഡിക്ലൈൻ സ്റ്റേജിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വിറ്റഴിക്കാൻ നോക്കിയാലും നമ്മളിൽ ചിലർ വാങ്ങും, അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഇടാലോ എന്ന് വിചാരിച്ച് ചിലർ വാങ്ങും. കാരണം അത്രയും എന്താ പറയുക, പ്രൈസ് കുറവിനെ കിട്ടുമായിരിക്കും. പക്ഷെ ചിലവരെന്ന് പറഞ്ഞാൽ ചിലർക്ക് അപ്പോഴായിരിക്കും, ചില ക്ലാസ് ഓഫ് പീപ്പിളിന് അപ്പോഴായിരിക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പീക്ക് സ്റ്റേജിൽ വളരെ കുറവായിരിക്കും പ്രൈസ്. എന്നിരുന്നാലും ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മനസ്സിലുണ്ടാവും എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടാൽ കൊള്ളാം എന്നവരുടെ മനസ്സിലുണ്ടാവും. അവർക്ക് ഈ ഡിക്ലൈൻ സ്റ്റേജിൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഈ ഡിക്ലൈൻ സ്റ്റേജിൽ അവരത് വാങ്ങുള്ളൂ. ബാക്കി ഒരു 40% ആൾക്കാരും ഡിക്ലൈൻ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ട്രെൻഡ് വിട്ടിട്ടുണ്ടാവും. അവർ അടുത്ത സ്റ്റൈലിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. അതാണ് ഡിക്ലൈൻ സ്റ്റേജിൽ ഒന്നും നോക്കാനില്ല, പ്രൈസ് വളരെയധികം കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡ് കുറവായിരിക്കും, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നതും ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഓൾറെഡി വേറെ സ്റ്റൈലിൻ്റെ പുറകെ പോയി. പിന്നെ അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അത് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുള്ളൂ. ഇവിടെ ഡിസ്കൗണ്ട് സെയിൽസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഡിക്ലൈൻ സ്റ്റേജിലാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിക്ലൈൻ സ്റ്റേജിലാണ് അത് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഡിക്ലൈൻ സ്റ്റേജിനെ കുറിച്ചും. ലാസ്റ്റ് വൺ ഒബ്സോൾസൻസ് നമുക്കൊന്നും പറയാനില്ല, ഔട്ട് ഓഫ് ഫാഷൻ. അതാണ് അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ തന്നെ. അതായത് അത് ഔട്ട് ഓഫ് ഫാഷനായി, അത് ട്രെൻഡിൽ നിന്ന് പോയി. ഈവൻ ഷോപ്പുകളുടെ റാക്കിൽ നിന്ന് വരെ അത് ക്ലിയർ ഔട്ട് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതെങ്ങനെയെങ്കിലും പിന്നെ അവർ ഡിസ്കൗണ്ട് സെയിലല്ല, ഒരു 80% ഡിസ്കൗണ്ട്, എൻഡ് ഓഫ് സീസൺ സെയിൽ എന്ന് പറഞ്ഞ് കടയുടെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അതായത് അവരുടെ റാക്കിൽ നിന്നെടുത്ത് അവർ പുറത്തേക്ക് വെച്ചു. അതിന് ആൾക്കാർ വാങ്ങിയാൽ എന്താ, വാങ്ങിയില്ലെങ്കിൽ എന്താ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ആ ഒരു ട്രെൻഡിനോട്, ആ ഒരു സ്റ്റൈലിനോട്. അതാണ് ഒബ്സോളസൻസ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒബ്സോളസൻസ് ഫേസ് എന്ന് പറയുന്നത്. അതാണ്. ഒരാളും അത് ഫോളോ ചെയ്യില്ല, ആരും അത് വാങ്ങാൻ താല്പര്യപ്പെടില്ല, ആരും അത് വാങ്ങില്ല. അതാണ് ഒബ്സോളസൻസ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫാഷൻ അങ്ങനെയാണ് ഒരു ഫാഷൻ ട്രെൻഡ്, ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അതിൻ്റെ 5 ഫേസസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അതാണ്.
ഇതിപ്പോൾ ഫാഷനിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആയാലും എന്തൊരു കമ്മോഡിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിനൊക്കെ ഈ ഒരു സൈക്കിൾ ഉണ്ട്. ഫാഷൻ ആയതുകൊണ്ട് നമ്മൾ ഫാഷൻ സൈക്കിൾ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷൻ, പിന്നെ റൈസ്, പീക്ക്, ഡിക്ലൈൻ ആൻഡ് ഒബ്സോൾസൻസ്. ഇൻട്രൊഡക്ഷനിൽ ഒരു സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ആവണേ, സ്റ്റൈൽ ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻട്രൊഡക്ഷൻ ഫേസ്. ഓക്കെ, ദെൻ പിന്നെ അത് കുറച്ച് ഒന്ന് ഫേമസ് ആവുന്നു, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതാണ് റൈസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. റൈസ് സ്റ്റേജിൽ ഇപ്പോൾ ഇത്തിരി ആക്സെപ്റ്റൻസ് ഒരു 40% ആയിട്ടുണ്ടോ, ഡിമാൻഡും ഒരു 40% ആയിട്ടുണ്ടോ, പക്ഷെ പ്രൈസിന് കമ്പാരിറ്റീവ്ലി മാറ്റമൊന്നും ഉണ്ടാവില്ല. ദെൻ ഇറ്റ് ഗോസ് ടു പീക്ക് സ്റ്റേജ്. പീക്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ഒരു ട്രെൻഡ് ഷൂട്ട് ഔട്ട് ആയി, അതായത് എല്ലാവരിലും ആക്സെപ്റ്റബിൾ ആയി, ഹൈ ആക്സെപ്റ്റൻസ് ആയിരിക്കും, പിന്നെ ഹൈ പോപ്പുലാരിറ്റി ആയിരിക്കും, പക്ഷേ പ്രൈസ് വളരെയധികം ലോ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. എവിടെ നോക്കിയാലും ഈ ഒരു സ്റ്റൈൽ മാത്രമേ കാണുള്ളൂ. പിന്നെ ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്കൊക്കെ ഈ സ്റ്റൈലിൽ ഒരു ബോർഡമായി, അപ്പോൾ അവർ ആ സ്റ്റൈലിൽ നിന്ന് മാറ്റി പിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവർ ആ സ്റ്റൈൽ അവിടെ വെച്ച് നിർത്തുകയാണ്. എവിടെ നോക്കിയാലും ഇത് തന്നെയുള്ളൂ, എനിക്കൊന്ന് വെറൈറ്റി, എനിക്കൊന്ന് ഡിഫറെൻ്റ് ആണ്. സോ ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ പ്രൈസ് കുറവായിരിക്കും, ആക്സെപ്റ്റൻസ് കുറവായിരിക്കും, ഡിമാൻഡ് കുറവായിരിക്കും. ലാസ്റ്റ് കംസ് ഒബ്സോൾസൻസ്. ഒബ്സോൾസൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റൈൽ നമ്മുടെ മാർക്കറ്റിലേ ഇല്ല. ചിലപ്പോൾ കടകളിൽ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോയാലും ഇത് കിട്ടില്ല, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി, ഇപ്പോൾ പുതിയ സ്റ്റോക്കാണ്, പുതിയ സ്റ്റൈൽ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും കാണിച്ചു തരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫാഷൻ സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫാഷൻ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് ആ ഒരു കാര്യമുള്ളൂ, ഫാഷൻ സൈക്കിൾ. താങ്ക് യു.